അമേരിക്കയിലെ തന്നെ മറ്റൊരു വാർത്ത അതും ട്രംപുമായി ബന്ധപ്പെട്ടതാണ്. അതിന് നമുക്ക് ബരാക് ഒബാമയെ കൂടി ചേർത്ത് വെക്കേണ്ടി വരും, മുൻ അമേരിക്കൻ പ്രസിഡന്റ്. അത് പറയുന്നത് അന്യഗ്രഹ ജീവികളെയും തിരിച്ചറിയപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങളെയും സംബന്ധിച്ച രഹസ്യരേഖകൾ പുറത്തുവിടാനാണ് US പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ ഉത്തരവ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഉത്തരവ് പുറത്തു വന്നത്. നമുക്കറിയാം, അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന പ്രഖ്യാപനം, ചില തെളിവുകളുണ്ട് എന്നൊക്കെയുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ നടത്തിയിരുന്നു. ഇത് ട്രംപ് ഒബാമയെ കളിയാക്കിക്കൊണ്ടുള്ള പല പ്രസ്താവനകൾ നടത്തി. പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഏജൻസികളോടാണ് ട്രംപ് ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിക്കുകയാണ്. അതായത് ഇതിലൊരു വ്യക്തത വരുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലെ ഒബാമയുടെ പ്രതികരണങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ നീക്കമെന്നത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. ഇത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ ഏറ്റെടുക്കുകയും ഇതുവരെയുള്ള പഠനങ്ങൾ പുറത്തുവിടുകയും മറ്റും വേണമെന്നാണ് ട്രംപ് പുറത്തുവിടുന്നത്. അതായത് ആകാശ പ്രതിഭാസങ്ങൾ, അന്യഗ്രഹ ജീവികൾ, തിരിച്ചറിയപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങൾ, പറക്കുന്ന വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലുകൾ പുറത്തുവിടുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കാൻ പ്രതിരോധ സെക്രട്ടറിയോടും മറ്റ് വകുപ്പുകളോടും ഏജൻസികളോടും ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഈ ഒബാമയുടെ ഈ വിഷയത്തിലെ പ്രതികരണം ഏറെ കൗതുകം നിറഞ്ഞതായിരുന്നു. പക്ഷേ പിന്നീട് ഇത് ഒബാമ തിരുത്തുകയാണ്. തൻ്റെ ഭരണകാലത്ത് ഈ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവും കിട്ടിയിട്ടില്ല എന്ന്. ഇതും ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ്. രഞ്ജിത്ത്, ഒബാമയെ അടിക്കാൻ കിട്ടുന്ന ഒരവസരവും ട്രംപ് പാഴാക്കാറില്ല. ഇപ്പോൾ ഒബാമയുടെ ഒരു പ്രസ്താവന, അതിൽ തൂങ്ങിയിരിക്കുകയാണ് ട്രംപ്. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംവാദം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രതിരോധ ഏജൻസികളോട്, പ്രതിരോധ സെക്രട്ടറിയോട് ഉൾപ്പെടെ, പെൻറ്റഗണോട് ഉൾപ്പെടെ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള വിവരങ്ങൾ, അമേരിക്കയുടെ കൈവശമുള്ള വിവരങ്ങൾ, അതിൻ്റെ ഒരു ഭാഗം പുറത്തുവിടാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പോർട്ടലുണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട്, അതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വിമാനത്തിലുള്ള യാത്രയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. അതിൽ 484 പേജുകൾ വരുന്ന വിവരങ്ങൾ പുറത്തുവിടണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതായത് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഇതുവരെ നാസയ്ക്കോ പെൻറ്റഗണോ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ ഏജൻസികൾക്കോ ഒന്നും തന്നെ അങ്ങനെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും ഇല്ല. അതുതന്നെയാണ് ഒബാമയുടെ ഇപ്പോഴത്തെ ഒരു മലക്കമർച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നതും. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രസിഡന്റായിരുന്ന സമയത്തും ഇങ്ങനെ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഒബാമയും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഇത്രയും വിശാലത, അങ്ങനെ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ മറ്റിടങ്ങളിൽ ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാകാം, എന്നാൽ അവർ ഭൂമിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് എന്തെങ്കിലും തെളിവോ അല്ലെങ്കിൽ തൻ്റെ ഭരണസമയത്തോ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഒബാമ ഇപ്പോൾ ഒരു തിരുത്തൽ വരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ശുക്രൻ, വ്യാഴം, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ച് കാലങ്ങളായി ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്നത് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രഹങ്ങൾക്കപ്പുറത്ത് മറ്റൊരു ലോകത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പറക്കും തളികകൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, കഥകളിൽ പറയുന്നതാണ്. ആകാശത്ത് പലപ്പോഴും അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, വ്യത്യസ്തമായ ചില കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ പരന്ന ചരിത്രമുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ ഇതുവരെ ഒരു സ്ഥിരീകരണവുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. തീരുവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇറാനെ അമേരിക്ക ഏത് നിമിഷം ആക്രമിക്കും എന്ന ചോദ്യം ലോകത്താകെ മുഴങ്ങി നിൽക്കുന്നു. ഇതിനിടയിലാണ് ഈ ഒബാമയുടെ ഒരു പരാമർശത്തിൽ കയറി പിടിച്ച് ട്രംപ് ഒബാമയ്ക്കിട്ട് രണ്ട് കൊടുക്കുന്ന ഒരു കാഴ്ച കൂടി ഉള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ ഇക്കാര്യത്തിലും ട്രംപിൻ്റെ ചില പരാമർശങ്ങൾ വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.